ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു വെള്ള റോസാപ്പൂവാണ്. ഫസ്റ്റ് ഇൻട്രോ തന്നെ നമ്മളുടെ പൂ ഒടിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പൂവ് നമ്മൾ എന്തിനാ കൊണ്ടുവന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വെള്ള റോസാപ്പൂവാണ്. തണ്ടി ശല്യമായില്ല, അപ്പോൾ ഒടിയുന്നില്ല, ഒടിക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന പൂവിനെ നമ്മളുടെ കയ്യിലുള്ള കളറൊക്കെ വെച്ചിട്ട് നമുക്ക് നിറം മാറ്റാനായിട്ട് പറ്റുമോ? അത് തന്നെ എല്ലാം നിറം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാവും കാണാൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്, നമുക്കധികം നീട്ടൊന്നും വേണ്ട, നേരെ എന്ന എക്സ്പെരിമെൻറ്റിലേക്ക് വിട്ടാലാ. അപ്പോൾ മച്ചാന്മാരെ, നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഇനി നമ്മുടെ എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പൂവാണ്. അപ്പോൾ നമ്മൾ അധികം കോൺട്രാസ്റ്റ് ഇല്ലാത്ത കളർ നോക്കിയിട്ട് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്. അപ്പോൾ നമ്മൾ ചറപറ എല്ലാ കളറും നമുക്ക് കിട്ടാവുന്ന എല്ലാ ഫുഡ് കളറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ടെസ്റ്റ് ട്യൂബ് ആണ്. അതേ നമ്മൾ ഒരു 5-6 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബ് ഇടാനുള്ള ടെസ്റ്റ് ട്യൂബ് ഹോൾഡറാണ് ഈ കാണുന്നത്. ഈ ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടി വുഡിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബൊക്കെ ഇടാനായിട്ട് ടെസ്റ്റ് ട്യൂബ് ഹോൾഡറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ട മൾട്ടി വുഡിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബീക്കറിൽ വെള്ളവും ഇച്ചിരി കുളം പഞ്ചസാരയും. അപ്പോൾ ഇനി നമ്മുടെ പണി തുടങ്ങാണ്. അപ്പോൾ ഇനി പൂവിലാണ് ഈ പണി വരുന്നത്. അപ്പോൾ നമ്മളുടെ പൂവ് എടുക്കുമെന്ന് കണ്ട ഇത്ര നീളമുണ്ട്, ഇത്ര നീളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ ഏകദേശം കണ്ടത് ഈ ഒരു അളവിൽ വെച്ചിട്ട് നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ ഇതിങ്ങനെ ചെത്തി അങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈ പൂവിൻ്റെ ഇലകൾ നമ്മൾ അറുത്ത് മാറ്റുകയാണ് മച്ചന്മാർ. കാരണം ഈ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്ക് ഇല ആവശ്യമില്ല. കണ്ട ഇതുപോലെ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള പൂക്കളും കൂടി നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇലയൊക്കെ മാറ്റി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് എടുക്കാൻ പോവാണ്. ഇനി നമ്മുടെ ഒരുക്കിയെടുത്തത് ഈ പൂക്കളെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് വെച്ച് ഈ കാണുന്ന ഹോൾഡറിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 6 ഹോളുള്ള ടെസ്റ്റ് ട്യൂബ് ഹോൾഡറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം വലുതുണ്ട്, കണ്ട ഇത്ര ഉള്ളൂ വലുപ്പമുള്ളത്. അത് നമ്മൾ ഈ അറ്റത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ട്യൂബുകളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കണ്ട നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ ടെസ്റ്റ് ട്യൂബൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കളർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബ് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒഴിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഐറ്റം മൊത്തത്തിൽ അവിടെ കലങ്ങി പോവും. അപ്പോൾ നമ്മൾ റെഡ് കളറാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ യെല്ലോ കളർ എടുത്ത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ, ബ്ലൂ 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 ബ്ലൂ. അങ്ങനെ നമ്മുടെ കളേഴ്സ് എല്ലാം നമ്മൾ ഒഴിച്ചു. ഒരു ടെസ്റ്റ് ട്യൂബ് ആക്കി വന്നില്ലേ. ഇവിടെ നമ്മൾ ഒഴിക്കാൻ പോകുന്ന കളർ വെറൈറ്റി ആണ്. അതേപോലെ വരെ ബ്ലാക്ക് കളറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും ബ്ലാക്ക് നമുക്ക് ഇങ്ങനത്തെ കിട്ടാത്ത ജെൽ കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പൂ ആവോ ഇല്ലയെന്ന് നമുക്കറിയില്ല. എന്തായാലും ബ്ലാക്ക് എടുത്ത് നമുക്ക് ഇതേ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളി നല്ല കട്ട ബ്ലാക്കാട്ടാ. കളറൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇച്ചിരി കോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ ഈ ഒരു എന്താ പറയുക എക്സ്പെരിമെൻറ്റ് കുറച്ച് സക്സസ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ. പഞ്ചസാര ലായനി. ഇനി പഞ്ചസാര കലക്കിയ വെള്ളം നമ്മളിത് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് എളുപ്പത്തിന് ഒഴിക്കാനായിട്ടൊരു സിറിഞ്ച് എടുത്ത് നേരെ നമ്മൾ ഒഴിച്ച് നമുക്ക് വേണ്ട അളവിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ 6 ടെസ്റ്റ് ട്യൂബുകളിൽ നമ്മൾ കളറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പൂവ് ഇതിലേക്ക് ഇറക്കി വെക്കേണ്ട പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. പൂവ് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 24 മണിക്കൂർ നമ്മൾ ഈ പൂക്കൾ ഇതിനുള്ളിൽ വെക്കും. എന്നിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വെള്ളപ്പൂക്കൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ റെഡിലേക്ക് വെച്ചു. പിന്നെ അടുത്തതെടുത്ത് നമ്മൾ ബ്ലാക്കിലേക്ക്. എനിക്ക് ഏറ്റവും ആകാംക്ഷയുള്ള സാധനം ബ്ലാക്കാട്ടാ. ബ്ലാക്ക് കളർ പൂവുണ്ടാവുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ എല്ലാ പൂക്കളും നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് മക്കളെ കാത്തിരിപ്പ്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ 6 പൂക്കളും നമ്മളുടെ കളർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് ഫുഡ് കളറിൽ. ഇനി ഏകദേശം 24 മണിക്കൂർ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഈ പൂക്കൾക്ക് എന്ത് വ്യത്യാസം വരുമെന്ന് അറിയണ്ടേ നമുക്ക്. അപ്പോൾ ഏറ്റവും ആകാംക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ ബ്ലാക്കിൽ നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. അതെന്ത് കളറാവും എന്നുള്ളത് എന്തായാലും ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ക്യൂരിയോസിറ്റി അതാണ് എല്ലാം. അപ്പോൾ നോക്കിയാൽ മച്ചാന്മാരെ, ഈ കാണുന്ന 6 പൂക്കളെയും 6 കളറിനെയും നമ്മളിവിടെ വെച്ചിട്ട് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ നമുക്ക് കാണാം. ഈ കാണുന്ന ഐറ്റത്തിൻ്റെ ടൈം ലാപ്സ് എങ്ങനെയുണ്ടാവും 24 മണിക്കൂർ ഈ പൂക്കൾക്ക് വരുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം.
എൻ്റെ ദൈവമേ, അങ്ങനെ നമ്മളിത് 24 മണിക്കൂർ വെച്ച നമ്മളുടെ പൂവിൻ്റെ അവസ്ഥ നോക്കിയ മക്കളെ, ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല ഇതിൻ്റെ റിസൾട്ട് എന്താന്ന്. അപ്പോൾ ഇത് സംഭവം ഞാൻ ഏറ്റവും ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരുന്ന ബ്ലാക്ക് ദേ ഇവിടെ നമ്മളെ ചതിച്ചുകൊണ്ട് ഏകദേശം ഒരു ബ്ലൂവും തുമ്പത്തെ പൊടിയൊക്കെ ഒരു ബ്ലാക്കുമായിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി കളേഴ്സൊക്കെ നോക്കി ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എന്തോരം ഇരട്ടി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് പകൽ വെട്ടത്ത് വെച്ചിട്ട് ഒന്ന് നോക്കാം ഇതിനെ. അങ്ങനെ ദേ നമ്മളുടെ പകൽ വെട്ടത്ത് കാണുമ്പോഴും നമ്മളുടെ പൂക്കളൊക്കെ നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. നോക്കിയേ, റെഡ് ആണെങ്കിലും യെല്ലോ നോക്കിയാൽ നല്ല രസമായിട്ടുണ്ട്. ഗ്രീൻ പൂവൊക്കെ നമുക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് റോസാപ്പൂ ഇല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പിങ്കിലിട്ടത് അധികം കയറിയിട്ടില്ല, പക്ഷെ അതുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ട നമ്മുടെ ബ്ലഡ് വെസലൊക്കെ വരൂലേ, അതായത് നോക്കി ആ ചെറിയ ഞരമ്പിൽ കൂടി ഇങ്ങനെ ചോരയൊക്കെ ഒഴുകണ പോലെയൊക്കെ നല്ല രസമായിട്ട് വന്നേക്കണം കേട്ടോ. അതിൻ്റെ സ്ട്രക്ചർ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ബ്ലൂ ആണെങ്കിലും നോക്കി നല്ല കടും ബ്ലൂ, ഇങ്ങനത്തെ ബ്ലൂ റോസൊക്കെ നമുക്ക് എന്താ പറയുക സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ബ്ലാക്കിലിട്ടത് നമ്മൾ പറഞ്ഞ പോലെ ബ്ലാക്കാണ് ഇട്ടെങ്കിലും ബ്ലൂ ഒക്കെയാണ് വന്ന് പിടിച്ചിരിക്കുന്നത്. അതും നല്ല വെയിനൊക്കെ പോലെ കാണാൻ നല്ല ഭംഗിയായിട്ട് കണ്ട, കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അതിന്. ഇനി എങ്ങനെയാണ് ഈ പൂക്കളൊക്കെ നിറം മാറിയെന്ന് അറിയണ്ടേ? അതിന്റെ സയന്റിഫിക്കൽ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പൂവ് വെള്ള പൂവായിരുന്നു, പക്ഷെ നമ്മൾ ഈ കളർ വെള്ളത്തിൽ മുക്കിയപ്പോൾ അതിന്റെ കളർ മാറി ഇപ്പോൾ ഇത് മഞ്ഞയൊക്കെയാണ്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതിലുള്ള ടിഷ്യൂസ് ആണ്. അതായത് സൈലം എന്ന് പറയുന്ന ഒരു മച്ചാൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതൊരു ടിഷ്യൂ ആണ്. അപ്പോൾ ആളുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്കറിയാം തണ്ടുണ്ടാവും, എലി ഉണ്ടാവും, വേരുണ്ടാവും, പൂക്കളുണ്ടാവും. അപ്പോൾ വേര് വലിച്ചെടുക്കുന്ന നമ്മളുടെ ജലവും അതുപോലെ തന്നെ എന്താ പറയുക വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്ന നമ്മളുടെ എന്താ പറയുക വെള്ളത്തിൽ സോല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിനൊക്കെ നേരെ തണ്ട് വഴി നേരെ പൂക്കളിലേക്കും ഇലകളിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സൈലത്തിൻ്റെ പണി. അപ്പോൾ സൈലം മച്ചാൻ എന്ത് ചെയ്യും, ഇവിടെയുള്ള ആ ഒരു കളർ വെള്ളത്തിന്, അതായത് ഇപ്പോൾ സാധാ വെള്ളമാണെങ്കിലും പുള്ളിക്കാരൻ കയറ്റി വിടും. അപ്പോൾ നമ്മൾ താഴെ വെച്ചായിരുന്നത് കളർ വെള്ളമായിരുന്നു. ആ കളർ വെള്ളത്തിന് നേരെ സൈലം എന്ന് പറയുന്ന ടിഷ്യൂ, അതായത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരാളാണ്, ആളിങ്ങനെ കയറ്റി മുകളിൽ കൊണ്ടുപോയി ദേ ഈ പൂക്കളുടെ എതള്, അതുമാത്രമല്ല നമ്മുടെ ഈ തണ്ടുകളിലൊക്കെ ഉണ്ട്, തണ്ടിലൊക്കെ കളർ പക്ഷെ പച്ചയതുകൊണ്ട് അറിയുന്നില്ല. നമ്മുടെ പൂവിൻ്റെ എതളിലൊക്കെ എത്തിച്ച് കഴിയുമ്പോൾ പൂവിൻ്റെ കളറ്, അതായത് എതളുടെ കളറ് മാറി മഞ്ഞയായി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മഞ്ഞപ്പൂവായിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ എല്ലാ പൂക്കളിലും നടന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ മിക്സ് ചെയ്ത വെള്ളത്തിനെ നേരെ നമ്മുടെ സൈലം മച്ചാൻ, അതായത് സൈലം ടിഷ്യൂ നേരെ കൊണ്ടുപോയി മുകളിൽ ഇങ്ങനെ എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കിലത്തെ സയൻസ്. സിമ്പിളാണ്, നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്കൊരു ഡൗട്ട്, നമ്മളിപ്പോൾ ഒരു പൂവിനെ തന്നെ തണ്ട് 4ആയിട്ട് കീറി നമ്മൾ നേരെ 4 കളറിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് ഒരു ആകാംക്ഷ. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഒരു പൂവെടുത്ത് അതിൻ്റെ തണ്ട് നമ്മൾ 4ആയിട്ട് കീറാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്കെയിലൊക്കെ നടുക്ക് കയറ്റിയിട്ട് കീറി എടുക്കുന്നത്. അപ്പോൾ അതേ കീറി കഴിഞ്ഞപ്പോൾ കണ്ടോ 4 പീസുകളായിട്ടുണ്ട് അതിൻ്റെ തണ്ട് നമ്മളുടെ കയ്യിൽ. തണ്ട് 4ആക്കി മുറിച്ചാൽ നമ്മളുടെ പൂവ് ഇനി നമ്മൾ ഇതേ 4 കളറുകളിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ 4 ടെസ്റ്റ് ട്യൂബ് എടുത്ത് നമ്മൾ 4 കളർ വെച്ചിട്ടുണ്ട്. റെഡ്, ബ്ലൂ, മഞ്ഞ, പച്ച തുടങ്ങിയ കളറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഇനി ഇത് ഇറക്കി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ നോക്കി 4 എണ്ണത്തിൽ 4 കളർ വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഇറക്കി വെക്കുകയാണ്. കണ്ട, ഇപ്പോൾ 4 കളറും 4 എണ്ണത്തിൽ മാറി നിൽക്കും. കണ്ട ഇതേപോലെ. ഇനി നമ്മുടെ വെയിറ്റിംഗ് ടൈമാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൂവ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് കൂട്ടായിട്ട് നമ്മൾ അടുത്തൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളത് 2 ഗ്ലാഡിയോള പൂക്കൾ, നമ്മുടെ ലില്ലി പൂക്കൾ 2 കളറിലായിട്ട് മുക്കി വയ്ക്കുന്നുണ്ട്. എല്ലാ പൂവിലും ഇത് വർക്ക് ചെയ്യുമെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി മുക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് കൂടി നമ്മളിത് കഴിയുമ്പോൾ കാട്ടിത്തരാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇതെന്താണെന്നുള്ള കാര്യം നമുക്ക് ടൈം ലാപ്സ് നോക്കാം. നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന റിസൾട്ട് നമ്മൾ 24 മണിക്കൂറൊന്നും വെച്ചില്ല, വെറും 5 മണിക്കൂറേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും എന്തേ നമ്മളുടെ 4 ടെസ്റ്റ് ട്യൂബുകളിൽ 4 കളറിലാക്കി വെച്ച നമ്മളുടെ ഇതൊക്കെ പൂവ് ഇതുമേ കളർ ഉണ്ടാവും, അത് തുടച്ചളയാണ്. ഇത് ഞാനൊന്ന് കാട്ടിത്തരാട്ടോ. നോക്കിയേ ഇതിൽ എത്ര കളറാണ് വന്നേക്കണെന്ന് നോക്കിയേ. റെഡ് കയറിയിട്ടുണ്ട്, ബ്ലൂ കയറിയിട്ടുണ്ട്, ഗ്രീൻ കയറിയിട്ടുണ്ട്, യെല്ലോ കയറിയിട്ടുണ്ട്, മിക്സ്ഡ് ആയിട്ടൊരു ഓറഞ്ച് കളർ കയറി,
മൾട്ടി കളർ പൂവായിട്ട് മാറിയേക്കണ്ട നമ്മുടെ ഒരു റോസ. ഇത്ര നല്ലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സംഭവം നോക്കിയേ, വെറൈറ്റി റോസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി കണ്ട, ഓരോ ഇതളുകൾക്കും വേറെ വേറെ കളർ കണ്ട, അടിപൊളി. ഇതെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാ കണ്ട, നമ്മള് ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളി റിസൾട്ടാണ് ഇതിന് നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഇത്രയും അടിപൊളി ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം ഓരോ എദ്ദളം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി എന്ത് രസമായിട്ട് വന്നേക്കണേന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും പല പല പാറ്റേണുകളിലായിട്ട് കളർ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു മാജിക് റോസ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഒരു റോസിൽ തന്നെ 4ഉം 5ഉം കളറായി മാറിയേക്കാണ് കണ്ട. എൻ്റെ പൊന്നൊരു രക്ഷയില്ല ഐറ്റം. നോക്കിയേ, ഇതട്ടം മുതല് ഒമ്പോ കണ്ട. അതെ ഇതിന്റെ ബാക്കിൽ നോക്കിയേ, ഇതാണ് അവസ്ഥ. ഫ്രണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ മച്ചാന്മാരെ, ഇതേ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നേരെ അയക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മളുടെ ഈ ഘടന ടെക്നോളജി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറച്ച് പുഷ്പങ്ങളാണ്, ഗ്ലാഡിയോള പുഷ്പങ്ങൾ. കാണാൻ തന്നെ നോക്കിയത് ചെയ്യാലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പരമാവധി ചുരുക്കി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷെ എന്താ പറയുക, ചെയ്തു വന്നപ്പോൾ ഇത്തിരി നീണ്ടുപോയാന്ന് സംശയം. എല്ലാവരും ക്ഷമിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ളൊരു ചെറിയ സയൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മച്ചന്മാർ ഈ ഐഡിയ ഒക്കെ വെച്ചിട്ട് നല്ല എന്താ പറയുക, ഫ്ലവർ ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാട്ടോ. ഒരുവിധം എല്ലാ പൂവിലും ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മച്ചാന്മാരെ, എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇത് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വാച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.